സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രിയോടെ അവസാനിക്കും. 52 ദിവസം നീണ്ട കാത്തിരിപ്പിനൊടുവിൽ പ്രതീക്ഷയോടെ കടലിൽ പോകാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കി വരികയാണ് മത്സ്യത്തൊഴിലാളികൾ. മീൻപിടുത്ത ബോട്ടുകൾ കടലിലേക്ക് പോകാൻ സജ്ജമായി. പ്രതിസന്ധികൾ നിരവധിയായിരുന്നു. പ്രതികൂല കാലാവസ്ഥ മുതൽ കപ്പലപകടങ്ങൾ വരെ ആശങ്കയുടെ തീരത്തായിരുന്നു മത്സ്യത്തൊഴിലാളികൾ. 52 ദിവസം നീണ്ട വറുതിക്കാലത്തിനൊടുവിൽ കടലിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയാണ് മത്സ്യത്തൊഴിലാളികൾ. വല നിറയെ മീൻ പ്രതീക്ഷിച്ച് ഇന്ന് അർദ്ധരാത്രിയോടെ കടലിലേക്കിറങ്ങും. വലയൊരുക്കി ഐസ് നിറച്ച് അങ്ങനെ ഒരുക്കങ്ങൾ തകൃതിയാണ്. ഈ 2 വർഷമായിട്ട് പണി മോശമായിരുന്നു. ഈ വർഷം നല്ല പണി നടക്കുന്ന വിശ്വാസത്തിലാണ് പോകുന്നത്. ഇപ്പം എന്താണെങ്കിലും പോയിട്ടല്ലേ അറിയാൻ പറ്റൂ. മഴയും കാര്യമൊക്കെ അടിച്ചുകൊണ്ട് ഒരു പ്രതീക്ഷ എല്ലാവർക്കും ഉണ്ട്, പണി നടക്കുന്നുള്ളത്. അങ്ങനെ എല്ലാവരും ഒരുങ്ങി പോകുന്നുണ്ട്. ജൂൺ 9 ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നത്. ട്രോളിംഗ് സമയത്ത് തങ്ങളുടെ നാട്ടിലേക്ക് മടങ്ങിയ ഇതര സംസ്ഥാന തൊഴിലാളികൾ ഹാർബറുകളിൽ തിരിച്ചെത്തി. കടലിൽ ചാകരക്കോൾ ഉണ്ടാകാനിടയുണ്ടെന്ന് തൊഴിലാളികൾ പറയുന്നു. ഞങ്ങളും ഇത്ര ദിവസം കാറ്റിരുന്നത് അതുകൊണ്ടാണ് കാറ്റിരുന്നത്. 52 ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾ പണിക്ക് പോകുന്നത്. നല്ല പ്രദേശത്തോടാണ് പണിക്ക് പോകുന്നത്. എന്തെങ്കിലും കിട്ടിയാലേ ഞങ്ങളുടെ കുടുംബം പോറ്റിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പോക്കാം. ഞങ്ങൾക്കുണ്ട് സാഗർ കിട്ടുമെന്നുള്ള പ്രദേശത്തോടാണ് പണിക്ക് പോകുന്നത്. മത്സ്യസമ്പത്ത് സുസ്ഥിരമായി നിലനിർത്തുന്നതിനും ശാസ്ത്രീയ മത്സ്യബന്ധനം ഉറപ്പാക്കുന്നതിന്റെയും ഭാഗമായാണ് ട്രോളിംഗ് നടപ്പിലാക്കുന്നത്. ഈ സമയത്ത് സമാശ്വാസ പദ്ധതികളിലൂടെ മത്സ്യത്തൊഴിലാളികളെ ചേർത്ത് നിർത്തേണ്ടത് എന്നും അനിവാര്യമാണ്. ആശങ്കയുടെ തീരത്ത് നിന്ന് ഒരു കടലോളം പ്രതീക്ഷയുടെ ദൂരം മാത്രമാണ് ഇനി ബാക്കി. ഒരു ചാകരക്കാലം കടലമ്മ കനിയുമെന്ന പ്രതീക്ഷയിലാണ് മത്സ്യത്തൊഴിലാളികൾ. അനന്തുവിനൊപ്പം സൂര്യശ്രീ, 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.